Electropoint പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പല വീഡിയോകളും നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ്. നമ്മൾ റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയറുകൾ പലതും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആംപ്ലിഫയേഴ്സ് പലതും കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെക്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാം. ഇതും ആക്ച്വലി നമ്മളൊരു അക്രിലിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് പാനൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്യാബിനറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3.25 ഇഞ്ച് ഹൈറ്റ് വരുന്ന ഏകദേശം 1.5 അടി നീളം വരുന്ന ബാക്കിലേക്ക് ഒരു ഇത് വരുന്ന ഒരു ടൈപ്പ് ക്യാബിനറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം ടൈപ്പ് ക്യാബിനറ്റ് എന്നാണ് നമ്മളിതിനെ പറയുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്പെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഏകദേശം 25 വാട്ട്സ് വെച്ചിട്ട് 4 ചാനലിലും സെൻറ്റർ 50 വാട്ട്സും സബിന് വേണ്ടി 4 മോസ്ഫെറ്റിൻ്റെ ബോർഡാണ്. ഏകദേശം ഒരു JBL സബൊക്കെ വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള 4 മോസ്ഫെറ്റിൻ്റെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഏകദേശം എന്താ പറയുക 200 വാട്ട്സ് നമുക്ക് അടുപ്പിച്ച് കിട്ടുന്ന രീതിയിലുള്ളൊരു ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയാണ് അക്രിലിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പാനലാണ്. 2 നോബാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള മെറ്റൽ നോബുകൾ 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB പാനൽ കൊടുത്തിട്ടുണ്ട്. റിമോട്ടിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഒരു പവർ സ്വിച്ച്, നല്ല രീതിയിലൊരു പവർ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഗ്ലോസി ഫിനിഷിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ബ്രാൻഡ് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഫാൻസിക്ക് വേണ്ടിയിട്ട് ഡോൾബി DTS എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഡോൾബി DTS ഒന്നുമില്ല. ഞാൻ അതിന് പൊങ്കാലിടാൻ വരരുത് ദയവ് ചെയ്ത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് വ്യൂവിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെയിം ഓക്സ് അങ്ങനെയുള്ള 2 ഓക്സ് ഇൻപുട്ട്, അതുപോലെ ഒരു 5 ചാനൽ DVD ഇൻപുട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തത്. ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. സ്പീക്കർ ഔട്ട്പുട്ട്സ് നമ്മൾ സോക്കറ്റ് വഴി കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്യൂസ് സോക്കറ്റ് ഉണ്ട്. കോഡ് ആക്ച്വലി നമുക്ക് ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് സീൽ ചെയ്തിട്ടുള്ള ടൈപ്പ് കോഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വളരെ മിനിമലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉള്ളിലെ വശങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആംപ്ലിഫയറിലും ചെയ്യുന്ന പോലെ പവർ സപ്ലൈ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ ആണ്. ഏകദേശം 8 ആംപിയർ 12.012 അതുപോലെ തന്നെ ഒരു 8 ആംപിയറിൽ തന്നെ നമുക്കൊരു 27.027 വരുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ടാപ്പിംഗ് നമ്മൾ 12.012 വേറൊരു ടാപ്പിംഗ് എടുത്തിട്ടുണ്ട് 1 ആംപിയറിൽ വരുന്നത്. പിന്നെ നമുക്കിതിൽ പവർ സപ്ലൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റർ കാര്യങ്ങളാണെങ്കിൽ 27.027 4700 50 വോൾട്ട് കപ്പാസിറ്റർ നമ്മൾ കപ്പാസിറ്റർ ബാങ്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 10 ആംപിയറിൻ്റെ BR10 ഡയോഡാണ് നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 12.012 നമ്മൾ 6 ആംപിയറിൻ്റെ ഡയോഡ് പാരലൽ ചെയ്ത് ഏകദേശം 12 ആംപിയർ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പവർ സപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡയോഡ് സെക്ഷൻ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. 4700 കപ്പാസിറ്റർ 25 വോൾട്ട് കപ്പാസിറ്റർ വെച്ചിട്ടുള്ള കപ്പാസിറ്റർ ബാങ്കാണ് നമ്മൾ ആ 12.012 പറഞ്ഞത്. ഇത് മെയിനായിട്ട് ആംപ്ലിഫയേഴ്സിന് വേണ്ടിയുള്ള പവർ സപ്ലൈ ആണ്. അതേപോലെ തന്നെ നമുക്ക് ചെറിയ പവർ സപ്ലൈസ് നമ്മൾ താഴെ ഫാനിനും ലൈറ്റിനൊക്കെ വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ SMBS യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ആംപിയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു SMBS 12 വോൾട്ടിൻ്റെ SMBS നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് ആണ് ആക്ച്വലി നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പവർ സപ്ലൈ യൂണിറ്റ് ഒരു നല്ലൊരു ഹെവി ആയിട്ടുള്ള സ്വിച്ച് വഴി ഒരു ഫ്യൂസ് വഴി സ്വിച്ച് വഴിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. കോഡ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കോഡ് വെയറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വേറൊരു ഇതെന്ന് പറയാനായിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഡിടെക്കിൻ്റെ റിമോട്ട് കിറ്റിനെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിടെക്കിൻ്റെ റിമോട്ട് കിറ്റിൽ സെയിം നമുക്ക് അസംബിൾ ചെയ്യാൻ സിമ്പിളാവുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ RC സോക്കറ്റ് സെപ്പറേറ്റ് മൗണ്ട് ചെയ്ത് വയർ ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള വയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിടെക്കിൻ്റെ റിമോട്ട് കിറ്റ് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ബഡ്ജറ്റ് അനുസരിച്ച് ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റിമോട്ട് കിറ്റാണ്. ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ഈസി ടു അസംബിളാണ്. അതേപോലെ തന്നെ അതിൻ്റെ സബിൻ്റെ ഔട്ട്പുട്ടൊക്കെ സബ് ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുള്ള സബ് ഫിൽറ്ററാണ്. എല്ലാ ഫ്രീക്വൻസീസും ഒരുമാതിരി മാനേജ് ചെയ്യും. അത്യാവശ്യം നല്ല ഗെയിനുള്ള ടൈപ്പ് സബ് ഫിൽറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ ഈ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ബോർഡുകൾ 7265 5 ചാനലും അതേപോലെ തന്നെ മോസ്ഫെറ്റ് 4 മോസ്ഫെറ്റ് വരുന്ന ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ബോർഡിൻ്റെ കൂടെ ഒരു സബ് ഫിൽറ്റർ ഉണ്ട്. നമ്മൾ ആവശ്യം വന്നാൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെയാണ് അത്തരം ഒരു ഇതെടുത്തത്. പക്ഷെ നമ്മളത് ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ റിമോട്ട് കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സബ് ഫിൽറ്ററിനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള USB ബോർഡ് എന്ന് പറയുന്നത് പകാരിയുടെ USB ബോർഡാണ്. നോൺ അൺസ്പെൻഡ് ടൈപ്പാണ്. നമ്മൾ സെപ്പറേറ്റ് USB സോക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളിതിൽ സിംഗിൾ നോബ് ഓപ്പറേഷനാണ് കൊടുത്തിട്ടുള്ളത്. 2 നോബ് ഭംഗിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു നോബ് ഡമ്മി ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരു സിംഗിൾ നോബ് ഓപ്പറേഷൻസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹീറ്റ് പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഈ ആമ്പിൽ കൊടുത്തിട്ടില്ല, കാരണം ഇതൊരു ഹെവി ബഡ്ജറ്റ് ആംപ്ലിഫയർ അല്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ കസ്റ്റമറോട് നമ്മളിത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ തുടർന്ന് കാണാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ്. 12 ഇഞ്ച് സബ് സുഖമായിട്ട് JBLൊക്കെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഐഡിയലി 8 ohms സബ്ബാണ് ഇതിൽ കൊടുക്കേണ്ടത്. പക്ഷേ 12 ഇഞ്ച് JBLോ അല്ലെങ്കിൽ മറ്റുള്ള സബ്ബുകളും ഇതിൽ വർക്ക് ചെയ്യാം. പിന്നെ 7265 ആണ് ചാനലിൽ വരുന്നത്. നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിനും സെൻറ്ററിനും ഇതിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഹെവി വാട്ടേജ് അല്ല, നല്ലൊരു റൂമിലേക്കോ നല്ലൊരു വീട്ടിലേക്കോ സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോ റഷോ അല്ലെങ്കിൽ അതേപോലെ ഡീകോഡിംഗ് ബോർഡുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് 5 ചാനൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DVD ഇൻപുട്ട് വഴി ഡോൾബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതിന് എക്സ്ട്രാ ഡീകോഡിംഗ് കിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യണം. എക്സ്റ്റേണൽ ഓഡിയോ റഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 5 ചാനൽ ഔട്ട്പുട്ട് നമ്മളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ടുള്ള രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യാം. ഒരു വീട്ടിലേക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഈ സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അത് ചെയ്യും. അതുപോലെ തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബോർഡുകളെ കുറിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ചെയ്യുക. പാനലുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പാനലുകളൊക്കെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ വ്യത്യാസം വരുത്തി ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ നമ്മുടേതായ ഡിസൈൻസും കുറേ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ നമസ്കാരം.